പുസ്തക വായന ജീവിതശൈലിയാക്കിയ ദമ്പതിമാരുണ്ട് മണ്ണാർക്കാട് തച്ചമ്പാറയിൽ. എപ്പോഴും പുസ്തകങ്ങളെ പ്രണയിക്കുന്ന ഇവർ ഈ വായനാ ദിനത്തിൽ സമൂഹത്തിന് പ്രചോദനമാവുകയാണ്. തച്ചമ്പാറ ചോഴിയാട്ടിൽ ജോൺ സോളമൻ റേച്ചൽ ദമ്പതികളാണ് വെറുതെ സമയം കളയാനില്ലാതെ സദാസമയവും വായനയിൽ മുഴുകിയിരിക്കുന്നത്. ജോൺ സോളമന് 84 വയസ്സും ഭാര്യ റേച്ചലിന് 79 വയസ്സുമുണ്ട്. ചെറുപ്പത്തിൽ അരണ്ട വെളിച്ചത്തിൽ തുടങ്ങിയ വായനാശീലത്തിന് വാർദ്ധക്യത്തിലും മുടക്കമില്ല. വായന കരുത്താണെന്നും ജീവിത സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ സാധിക്കുമെന്നും ഇവർ പറയുന്നു. ജോണിന് വായനയ്ക്കൊപ്പം വ്യത്യസ്തമായ പത്രവാർത്തകളുടെ ശേഖരണത്തിലും താല്പര്യമുണ്ട്. റേച്ചലിന് സാഹിത്യ പുസ്തകങ്ങൾക്കൊപ്പം മലയാളത്തിലെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളോടാണ് കൂടുതൽ പ്രിയം. നല്ല പുസ്തകം നന്മ നിറഞ്ഞ സുഹൃത്താണ്. അജ്ഞതയുടെ ഇരുട്ടകറ്റാൻ നമ്മെ സഹായിക്കുന്ന ഊന്നുവടികളാണ് പുസ്തകങ്ങളെന്ന് ജോൺ പറഞ്ഞു. അറിവ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പല ഇതിൽ വരുമല്ലോ, അതിൻ്റെ ഒക്കെ കട്ടിങ് എടുത്ത് വെച്ചിട്ട് ചെറുകഥകളുണ്ട്, ഇംഗ്ലീഷ് കഥകളുണ്ട്. അല്ല, എന്റെ പേരക്കുട്ടി വായിക്കും. അവളാണ് എനിക്ക് ഗന്ധസിംഹാസനമൊക്കെ വാങ്ങിക്കുന്നത്. അത് ഇടയ്ക്കൊക്കെ വായിക്കും. ഇംഗ്ലീഷാണെന്നേ ഉള്ളൂ, മലയാള പരിവർത്തനം അവളാണ് വാങ്ങിത്തരുന്നത്. വായന മാത്രമേ ഉള്ളൂ. തച്ചമ്പാറ ദേശീയ ഗ്രന്ഥശാലയാണ് വായന വലിയൊരു വികാരമായി മാറ്റിയത്. ഇവിടുത്തെ വയോജന വേദിയുടെ പ്രവർത്തകരാണ് ഇരുവരും. 4.5 പതിറ്റാണ്ട് മുൻപ് സ്ഥാപിതമായ തച്ചമ്പാറ ദേശീയ ഗ്രന്ഥശാലയിൽ നിന്നും ലൈബ്രറി ഭാരവാഹികൾ തന്നെ പുസ്തകം വീട്ടിലെത്തിക്കും. ആദ്യകാലം മുതൽ ലൈബ്രറി തുടങ്ങിയ 80 മുതൽ ആ സ്ഥിരം അവർ നേരിട്ട് വന്നിട്ടല്ലെങ്കിൽ ആരെങ്കിലും വിട്ട് പുസ്തകം കൊടുത്തയക്കും. കുറെ കാലം ആദ്യത്തെ 4-5 വർഷം ഞാനാണ് ലൈബ്രറിയനായിട്ട് ഇരുന്നിരുന്നത്. ഇപ്പോൾ എൻ്റെ സെക്രട്ടറിയാണ്. ആ സമയത്തും അത് ഇപ്പോഴും ഒരുപക്ഷെ അന്ന് മുതൽ ഇന്നും സ്ഥിരമായി പുസ്തകം എടുത്ത് വായിക്കുന്ന ഒരു കുടുംബമാണ് ലാൽചേട്ടൻ്റെത്. നിരന്തര വായനയിലൂടെ സമകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചും ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. മക്കളും പേരമക്കളും ഇവരുടെ വായനയ്ക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. CCN ചത്തല്ലൂർ.